ഹലോ ഡിയേഴ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കറൻറ്റ്ലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഒരു വീഡിയോ കാണുന്നു ആ ഒരു ടൈമുകളിൽ ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇതിൽ പറയുന്ന ക്ലൂസും അതേപോലെ തന്നെ റീഡിങ്സ് ആയിട്ട് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ റിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് എടുക്കുക. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്, നമ്മൾ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്. അതേപോലെ ഇന്നത്തെ ക്ലൂസ് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നൊരു കാര്യം കൂടെ നോക്കാം. ഞാനിവിടെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പേസ് റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം കോൾ ചെയ്യാതിരിക്കുക, കാരണം ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് റീഡിംഗ് വല്ലതും എടുക്കുകയെന്നുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. റീഡിങ് നമ്മളിപ്പോൾ ഈ ഒരു മന്ത് ഓഫറിലാണ് ഇപ്പോൾ റീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും റീഡിങ് അതേപോലെ മന്ത്രാസ് പ്രെയർ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വ്യക്തിയായിട്ട് ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ നോ കോൺടാക്റ്റിൽ നിൽക്കുകയാണ്, ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ വരുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഒരു വാട്ടർ വെക്കുക, ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ വെക്കുക. എന്നിട്ട് ആ ഒരു വാട്ടറിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയുക, നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം തന്നെ ഒരു വാട്ടർ അബ്സോർബ് ചെയ്യട്ടെ, ഞാനിത് തിരിച്ച് കളഞ്ഞോളാം, അല്ലെങ്കിൽ ഇത് റിലീസ് ചെയ്തേക്കാം എന്നൊരു കാര്യം ആ വാട്ടറിനോട് പറയുക. ഒരു വാട്ടറിൽ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്കിവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ദ എംപ്രസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്, ഹൈ പ്രീറ്റസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു വ്യക്തി, അതായത് ഒരു ഫീമെയിൽ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫീമെയിൽ കാരണം നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ വിഷമങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ നിങ്ങൾ നേരിടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ റീഡിങ് കാണുന്ന ഒരുപാട് ഒരു എനർജി നോക്കുന്ന സമയത്തും നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പായിട്ടുള്ള ലവ് എനർജി ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഒരു സോൾമേറ്റ് എനർജി തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ളത്. അതായത് ഇവിടെ 2 കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സോൾമേറ്റ് എനർജിയും ഇവിടെ കൺഫേം ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫീമെയിൽ എനർജി ഇവിടെ വരികയും ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എനർജി വളരെയധികം ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ട്. നമുക്ക് ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, അതേപോലെ 10 ഓഫ് വാൻഡ്സിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ടവർ സിറ്റുവേഷനാണ്. ടവറിൻ്റെ കാർഡ് ഇവിടെ റിവേഴ്സായിട്ടാണ് വരികയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഭാരം ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം നേരെയാക്കാൻ വേണ്ടിയിട്ട്, എല്ലാം നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എല്ലാം തകർന്നു പോയി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം സിൻസിയർ ആയിരുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ടൈമും എനർജിയും നിങ്ങളെ തന്നെ ആ റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് കൊടുത്തിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ വരികയും ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫീമെയിലിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയായിട്ടുള്ള പേഴ്സണായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നതായിരിക്കാം, ഓർ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു ഫീമെയിൽ കാരണമായിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അതിപ്പോൾ ഒരു സ്ത്രീയുടെ കാര്യം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയായിട്ട് പേഴ്സണായിട്ട് റിലേഷനിലാണെങ്കിൽ ആ വ്യക്തിയുടെ ചിലപ്പോൾ പേരൻസിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലാണ്, ചിലപ്പോൾ ആ വ്യക്തിയുടെ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീയുടെ കൂട്ടുകാരിയായിരിക്കാം, ഫ്രണ്ടായിരിക്കാം, അതില്ലെങ്കിൽ ആളുടെ ഒരു അടുത്ത് വരുന്നൊരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ഒരു ഫീമെയിൽ എനർജിയാണ് ഇവിടെ ഓവറോളായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിലേക്ക് പൂർവികരുടെ ഒരു അതായത് ആഗ്രഹമാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും റിലേഷൻഷിപ്പിലായിരിക്കാൻ ഒരു കാരണമാവുന്നത്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്, ഞങ്ങൾ ഒരിക്കലും 2
ദൂരെ ഒരുപാട് ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ 2 ഡിസ്ട്രിക്റ്റ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് അകലെ ഒരുപാട് ദൂരെ ആയിട്ട് ഉള്ളവരായിരിക്കാം, 2 പേരും 2 പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എബ്രോഡ് നിങ്ങൾ നാട്ടിലും ആയിരിക്കാം. അങ്ങനെ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടാനോ അല്ലെങ്കിൽ തമ്മിൽ കമ്പനി ആവാനോ ഒന്നും സാധ്യതയില്ലാത്തൊരു സമയത്തായിരുന്നു, വളരെ യാദൃശ്ചികമായിട്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് യാതൊരു വ്യക്തികളും വേണ്ട. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വളരെ ഈ ഒരു ലൈഫ് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഒരു സർക്കിളായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. സോ ആ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു വ്യക്തി കടന്നു വരികയും ചെയ്തത്. ആ ഒരു വ്യക്തി കടന്നു വന്നതിൻ്റെ കാരണം പൂർവികരുടെ, അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും പൂർവികരുടെ ആഗ്രഹമായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരുമിക്കണമെന്നും നിങ്ങൾ തമ്മിൽ വിവാഹം നടക്കണമെന്നുള്ളതും. നിങ്ങളുടെ പൂർവികരുടെ ആഗ്രഹമാണ് നിങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ ഇവിടെ റീസണായിട്ട് വരികയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് എനർജി ഉള്ളതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് വരികയും ചെയ്തിരിക്കുന്നത്. സോ എന്താണ് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നോക്കാം. സോ നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിന് മുന്നിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാത്രമല്ല മറ്റ് വ്യക്തികളെയും പരിഗണിക്കുന്നു. അതൊരു ഫീമെയിൽ എനർജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവരുടെ മുന്നിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളില്ലെങ്കിൽ അവർക്ക് വേറെ ചോയ്സസ് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു സ്നേഹം, സിൻസിയറിറ്റി, നിങ്ങൾ എത്രത്തോളം റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്ത് നിൽക്കുന്നുണ്ടെന്നൊരു കാര്യം ആ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. കാരണം അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നൊരു കാര്യം നിങ്ങൾക്കറിയാം. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മാത്രമാണ് അവർ മാറി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. 7 of Wands എനർജിയാണ് ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സമയമാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ പേഴ്സണായിട്ട് കോണ്ടാക്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് വഴക്കുണ്ടാകാൻ വേണ്ടി ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പ്രശ്നവും വഴക്കുണ്ടാവുകയും ബ്ലോക്ക് ചെയ്യുകയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയസിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള എനർജിയൊക്കെ ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു എനർജി മറ്റേതായിട്ട് ഒരു വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ചൈൽഡ്ഹുഡ് മുതലേ നിങ്ങൾക്ക് അറിയാവുന്ന പേഴ്സൺ ആയിരിക്കാം. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡായിട്ട് ഫ്രണ്ടായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇതെന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു എനർജിയും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിലേക്ക് ക്ലാരിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ക്ലൂസ് പറയുന്നുണ്ട്. പലരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് എൻ്റെ പോയി ക്ലൂ മാത്രം കേൾക്കുന്നവരുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ ആദ്യത്തെ മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ്ങിൽ നിന്ന് ഒരു എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. സോ അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ തടസ്സം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങളൊരു പേഴ്സ് റീഡിങ് എടുത്താൽ മാത്രമാണ് അറിയുന്നത്. അത് എൻ്റെ അടുത്തുനിന്നോ നിങ്ങൾക്ക് ഏത് ടാറോ റീഡിങ്ങിൽ നിന്നാണോ എടുക്കാം നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നത് ആ ഒരു ടാറോ റീഡ് എടുത്ത് നിങ്ങൾ എടുക്കുക. റീഡിങ് എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ആൻസർ കിട്ടും. നിങ്ങളുടെ പേഴ്സണായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തടസ്സമാണ് നിങ്ങളെ അവരെയും തമ്മിൽ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ പേഴ്സ് റീഡിങ് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു റീഡിങ് എടുക്കുക. ഓക്കെ, സോ ഇവിടെ 2 റിവേഴ്സ് ആയിട്ടുള്ള കാർഡാണ് ഇവിടെ വരികയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പെൻറ്റിക്കിൾസിൻ്റെ എനർജി 9 of പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും അതേപോലെ 4 of പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കാര്യം മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് അകലണം എന്നൊരു കാര്യമാണ്. അതായത് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യണം, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കണം, നിങ്ങളോട് എന്തെങ്കിലും റീസൺസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് വിശ്വസിക്കുന്ന തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ അവർ പറയും അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു
ഫ്രണ്ടിന് സുഖമില്ലാതെ ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കാൻ പോവുകയാണ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ അവർ പറയാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലായിട്ടുള്ളതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയും നിങ്ങളുടെ അടുത്ത് നിന്ന് അകലാൻ വേണ്ടി ശ്രമിക്കും. അവർ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചിലപ്പോൾ അവർ ട്രാവൽ ചെയ്യാമെന്ന് പറയും, വർക്ക് റിലേറ്റഡുള്ള കാര്യങ്ങളായിട്ട് ബിസിയാണെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകലാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലായിട്ടുള്ളതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു ഓരോ എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മെയിനായിട്ട് നിങ്ങളിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകലാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് മെൻ്റൽ ആൻസൈറ്റി ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ്സ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും, നിങ്ങളെ വിളിക്കാതിരിക്കുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്തായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് നിങ്ങൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്രത്തോളം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും തോറും നിങ്ങളത് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇവിടെ ഓരോ എനർജിയുടെ കാര്യത്തിലും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് വരുന്നുണ്ട്. സോ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു കാര്യം എന്താണ് വേണ്ടതെന്ന് മനസ്സിലാവാതിരിക്കുന്നത്. കാരണം അവർക്കൊന്നും ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ അടുത്തുനിന്ന്. ഒരു കാര്യങ്ങളും അവർക്ക് മാറ്റി വെച്ച് ഹിഡനാക്കി നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാർഡ്സിന് വരികയും ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എന്തായാലും വീണ്ടും എഗെയിൻ വരും. അതായത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് തകർന്നു പോകത്തില്ല, അതായത് എൻഡായി പോകത്തില്ല എന്നൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് പൂർവികരുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും, കാരണം ഇവിടെ വൺസ് എനർജി വരികയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും വീണ്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും എന്നൊരു കാര്യം ഇവിടെ വ്യക്തമായിട്ടിത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. പക്ഷെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം. കാരണം ഇവിടെ ടവർ സിറ്റുവേഷൻ ഇവിടെ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ എല്ലാം പൂർത്തിയാവുന്നൊരു സമയത്ത്, അതായത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു, നിങ്ങളായിട്ട് വീണ്ടും കോണ്ടാക്റ്റ് ആവുന്നു, അതേപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നിൽക്കുന്നു. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ മാരേജ് ഉറപ്പിക്കാം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഉറപ്പിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പോസിബിളാവുന്നൊരു സമയത്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നത്. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നൊരു വ്യക്തി കടന്നു വരുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്നൊരു തെറ്റ് നിങ്ങളോട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ട് ഏതെങ്കിലും രീതി ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാനുള്ള പോസിബിലിറ്റി ഇവിടെ കൂടുതലായിട്ട് തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വളരെയധികം സൂക്ഷിച്ച് തന്നെ നിൽക്കണം. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അവർ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി, അതായത് ഒരു ഫീമെയിൽ എനർജി അവർക്ക് ഒട്ടും നല്ലതായിരിക്കത്തില്ല. അവരുടെ ലൈഫ് തകർക്കുന്ന രീതി, അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ഫീമെയിൽ എനർജി കടന്നു വരാൻ വേണ്ടി ചാൻസ് ആയിട്ടുള്ളത്. സോ നോക്കാം ആ ഒരു ഫീമെയിൽ എനർജി ഏത് രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് മാറ്റം കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊരു കാര്യമാണ് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഫെമിനിൻ എനർജിക്കാണ് ഒരുപാട് ഭാരങ്ങൾ ചുമക്കാൻ വേണ്ടി, അതായത് ഭാരങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരികയും ചെയ്യുന്നത്. സോ നമ്മുടെ മാസ്റ്റർ കാർഡായിട്ട് ഏത് കാർഡ് വരുന്നതെന്നൊരു കാര്യം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ മാസ്റ്റർ കാർഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 3 of Wands എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഇത് തേർഡ് പാർട്ടി എനർജി കൺഫേം ചെയ്യുവാണ് ഇവിടെ, മനസ്സിലായോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നൊരു കാര്യം വ്യക്തമായിട്ട് ഇവിടെ കാർഡ്സ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം കൂടാനാണ് ചാൻസ് ഉള്ളത്, മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ആപ്റ്റായിട്ടുള്ള വ്യക്തിയല്ല. നിങ്ങളുടെ പേഴ്സിൽ നിന്നും നിങ്ങളെ മാറ്റുക, അകലെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അകലം ിരിക്കുന്നത് ഇതിനെല്ലാം കാരണമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് സ്നേഹമുണ്ട്, കാരണം നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ പൂർവികരാണ്.
ഒരിക്കലും നിങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ പോയതോ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് യൂണിവേഴ്സായിട്ട് തീരുമാനിച്ച കാര്യമല്ല. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അവർ തീരുമാനിച്ചൊരു കാര്യമാണ്. നിങ്ങളുടെ വിവാഹം അവർ കാണാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കൊണ്ടുവന്ന റിലേഷൻഷിപ്പാണ് ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവും എന്നൊരു കാര്യം സംഭവിക്കും, എന്നിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും റീകൺസിലേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ എന്തുകൊണ്ട് അകന്ന് നിൽക്കുന്നു എന്നൊരു കാര്യം ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾ കണ്ടെത്തുക. ഈ ഒരു കാര്യങ്ങൾ പറയുന്നതിനേക്കായി ഈ റീഡ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കായി കൂടുതൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ മാറി നിൽക്കുന്നതിൻ്റെ ഈ ഫെമിനിൻ എനർജിയുടെ കാര്യം ഇതാരാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഫെമിനിൻ എനർജി റിലേറ്റ് ചെയ്ത ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണെന്നൊന്ന് കൺഫേം ചെയ്യാനും എല്ലാം നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ എൻ്റെ അടുത്ത് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ റീഡിങ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഇന്ന് റീഡിങ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ 10, 20 അല്ലെങ്കിൽ 30 എത്രയാണെന്നോ കൗണ്ട്ലെസ് ആണ്. ഒരുപാട് പേര് ആ കൗണ്ട്ലെസ് പറയുന്നതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം തന്നെ ഡീറ്റെയിൽ റീഡിംഗ് ആണ് കിട്ടുന്നത്. റീഡിങ് എൻ്റെ അടുത്ത് എടുക്കുന്ന ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം. സോ അവർ മറ്റാരും അങ്ങനെ ഡീറ്റെയിൽ റീഡിംഗ് ആയിട്ട് കൊടുക്കുന്നത് അവർ പറയാറില്ല. അതായത് ഇപ്പം വേറെ ടാറോ റീഡിങ്സ് പോകുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെ അതിക്കുള്ളിൽ വരുമ്പോഴേക്കും അവർക്ക് റീഡിങ് കൊടുക്കാറില്ല. സോ അവർക്ക് അത് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഇവിടെ റീഡിങ് ചെയ്ത് തരും. ലിമിറ്റഡ് ഓഫർ പ്രൈസിലാണ് ഉള്ളത്. നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ആവത്തി എന്നുള്ള അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയൊരു എമൗണ്ട് ആവും എന്നൊരു കാര്യം നിങ്ങൾ ഓർത്ത് അത് വിഷമിക്കേണ്ട. കാരണം നിങ്ങളുടെ ഓരോരുത്തർക്ക് ഫിനാൻഷ്യലി ഓരോ സ്ഥിതിയിലായതുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള പ്രൈസാണ്, എല്ലാവർക്കും അപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്നൊരു കാര്യം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ക്ലൂസ് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് DCKMLTOEBCIMAPSD. സോ ഇത്രയും ലെറ്റേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്പേഴ്സായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 9, 7, 8, 7, 1, 2, 6, 0, 5, 7, 12, വീണ്ടും അഗെയിൻ 13, 35, 32, 19. സോ ഇത്രയാണ് നമ്പേഴ്സിട്ട് വന്നിട്ടുള്ളത്. സോ മന്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ, മാർച്ച്, നവംബർ. സോ ഇത്രയാണ് മന്തിൽ ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത്. സോ കളേഴ്സും കൂടെ നോക്കാം. റെഡ്, യെല്ലോ, പിങ്ക്, റെഡ്, യെല്ലോ, സ്കൈ ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, ഓറഞ്ച്, ഡാർക്ക് ബ്ലൂ. സോ ഇത്രയാണ് ഇവിടെ കളേഴ്സായിട്ട് വരികയും ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിറ്റുവേഷൻ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ 111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തെല്ലാം പോസിറ്റീവ് എനർജി നമ്മളോട് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഈ റീഡ് റെസണേറ്റ് ആയിട്ടുള്ള എല്ലാവരും അത് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഡൗട്ട്സൊക്കെ തന്നെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് അടുത്ത റീഡിങ് എന്ത് ടോപ്പിക്ക് റിലേറ്റഡ് റീഡിങ് വേണം എന്നൊന്ന് പറയുകയെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് റീഡിങ്ങും ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിലുള്ളത്. സോ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഒരു ഗൈഡൻസ് ആയിട്ടുണ്ടെന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വീഡിയോ കൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ ഇത്രയും ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും ഈ റീഡിങ് വിശ്വസിച്ച് നിങ്ങൾ കാണുകയും ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.